വീട് വാങ്ങുന്നവരും വീട് വാങ്ങിയവരും വീട് വാങ്ങാൻ പോകുന്നവരും ഇപ്പോൾ ഒരു സീസണാണല്ലോ അല്ലേ? ഞാൻ വീട് വാങ്ങിയിട്ട് ഏകദേശം 1 വർഷമായി. ഈ വീട് വാങ്ങിക്കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വീട് വാങ്ങിക്കഴിയുമ്പോൾ നമ്മൾ അടയ്ക്കുന്ന മോർഗേജ് അല്ലാതെ വേറെ എന്തെല്ലാം ചിലവുണ്ട് എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. ചിലവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും, ചിലർക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഉണ്ടാവില്ല, ചിലർക്ക് എൻ്റെ ആവശ്യം പോലും ഇല്ല. അവർക്ക് വേണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാം. എന്തായാലും ഞാൻ എൻ്റെ 1 വർഷത്തെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുകയാണ്. മറ്റൊന്നുമല്ല, മോർഗേജ് കൂടാതെ മോർഗേജ് പ്രൊട്ടക്ഷൻ, മാനേജ്മെൻറ്റ് ഫീസ്, ഹോം ഇൻഷുറൻസ്, LPT, ഇതെല്ലാം നമ്മൾ ഇയർലി അടയ്ക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഉണ്ടാകുന്ന ഓപ്ഷണലായിട്ടുള്ള മെയിൻ്റനൻസുകൾ, ഒന്ന് വാഷിംഗ് മെഷീന്, ഫ്രിഡ്ജ്, ഹോബ്, ഇതിൻ്റെയൊക്കെ മെയിൻ്റനൻസ്, വാട്ടർ പ്യൂരിഫയർ, പിന്നെ എയർ ടു വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റം എന്നുള്ള പുതിയ പമ്പ് സിസ്റ്റമാണ് എൻ്റെ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇയർലി മെയിൻ്റനൻസ്, ഇതൊക്കെ ഓപ്ഷണലാണ്. ആവശ്യമുള്ളത് ചെയ്യാതിരിക്കാം. പക്ഷേ നമ്മൾ ഇയർലി മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മളെ ഒത്തിരി പൈസ സേവ് ചെയ്യാനും അല്ലെങ്കിൽ ഇതൊക്കെ ഡാമേജ് ആകാതെ സൂക്ഷിക്കാനും ഹെൽപ്പ് ചെയ്യും. ഞാനിതെല്ലാം ഇയർലി ചെയ്തു. ഇപ്പോൾ എൻ്റെ 1 വർഷം കഴിഞ്ഞ് എൻ്റെ വീട് വാങ്ങിയിട്ട്, അപ്പോൾ ഇതെല്ലാം ഞാൻ ഇയർലി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാനിപ്പോൾ ഇട്ടത്. ഏകദേശം ഒരു 200 തൊട്ട് 300 യൂറോ വരെ നമ്മൾ മന്ത്ലി അടയ്ക്കണം. പ്ലസ് ഇയർലി ഈ വരുന്ന മെയിൻ്റനൻസ് ഫീസ് കൂടെ നമ്മൾ അടയ്ക്കണം. ഇപ്പം എയർ ടു വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റം ഒരു വർഷം സർവീസിന് ഏകദേശം 200 യൂറോളാവും. അതുപോലെ തന്നെ പ്യൂരിഫയർ, അതിൻ്റെ മാറ്റണമെങ്കിൽ ഏകദേശം 100 യൂറോ ചിലവ് വരും. ഹോബിൻ്റെ ഫിൽറ്റർ അതും വരും, ഏകദേശം 50 യൂറോ അടുത്ത് വരും. അതുപോലെ വാഷിംഗ് മെഷീന്, ഫ്രിഡ്ജ്, അതിനുണ്ട് ഓരോരോ ചിലവുകൾ. ഇനി ഇതുകൂടാതെ നമ്മൾ വല്ല ഫർണിച്ചറൊക്കെ വാങ്ങി അങ്ങനെ, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഡിവൈസസ് ഒക്കെ വാങ്ങി അതിന് വരുമ്പോൾ അതിൻ്റെയും എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് സ്കീം വഴി വാങ്ങുകയാണെങ്കിൽ അതിന് നമ്മൾ മന്ത്ലി പേയ്മെൻറ്റ് അടയ്ക്കണം. കൂടാതെ എവരി 2 മന്ത്സ് കൂടുമ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കുന്നുണ്ട്. പ്ലസ് ആൻറ്റി തെഫ്റ്റ് അലാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മന്ത്ലി പേയ്മെൻ്റ് ഉണ്ട്. കൂടാതെ വൈഫൈ ചാർജുകൾ, ഇതെല്ലാം അടയ്ക്കണം. പിന്നെ എന്തെങ്കിലും മെയിൻ്റനൻസ് വന്നാൽ ഉടനെ എല്ലാം നമ്മൾ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്, അറിയാമല്ലോ. പുതിയ വീടാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോൾ എന്തെങ്കിലും ടൈല് മാറുമോ അല്ലെങ്കിൽ എന്ത് ഡാമേജ് വന്നാലും നമ്മൾ തന്നെ പേയ്മെൻറ്റ് അടയ്ക്കുന്നത്. നമ്മൾ വാടകയ്ക്ക് താമസിച്ചിട്ട് ഇപ്പോൾ ഒന്നും അറിയേണ്ട ആവശ്യമില്ലായിരുന്നു. ആകെ അടച്ചുകൊണ്ടിരുന്നത് വാടക പ്ലസ് കാർ പാർക്കിങ്ങിൻ്റെ ഫീസ്, അല്ലെങ്കിൽ ഗാർബേജ് അല്ലെങ്കിൽ വേസ്റ്റിൻ്റെ ഫീസ് അല്ലെങ്കിൽ വേസ്റ്റിൻ്റെ ഫീസ് അടയ്ക്കുക. പിന്നെ 2 മാസം കൂടുമ്പോൾ ഉണ്ടാകുന്ന ഈ കറണ്ട് ചാർജ്. അപ്പോൾ വീട് വാങ്ങുന്നവർ ശ്രദ്ധിക്കുക, വീടിൻ്റെ മോർഗേജ് മാത്രമല്ല, കൂടാതെ ഇത്രയും എക്സ്ട്രാ ചിലവുകളുണ്ട്. ഏകദേശം 200 തൊട്ട് 300 യൂറോ വരെ എക്സ്ട്രാ നമ്മളൊരു മാസം കരുതി അടയ്ക്കാനുള്ള ഒരു സെറ്റപ്പ് കൂടെ നമ്മൾ കരുതി വെക്കണം. ഓക്കെ. കാറിൻ്റെ ടാക്സ്, ഇൻഷുറൻസ്, NCT, ഇപ്പോൾ 2 കാറുണ്ടെങ്കിൽ 2 കാറിൻ്റെ ഇൻഷുറൻസ്, ടാക്സ്, NCT, ഇത് ഇയർലി നമ്മൾ ചെയ്യുന്നതാണ്, മന്ത്ലി അല്ല. ചില ആൾക്കാർ ഇൻഷുറൻസ് മന്ത്ലി അടയ്ക്കുന്നവരുണ്ട്, ചില ആൾക്കാർ ഒറ്റയടിക്ക് അടയ്ക്കുന്നവരുണ്ട്. എനിവേ ഇതുവരെ എക്സ്ട്രാ വരുന്ന ചിലവുകളൊക്കെയാണ്. അപ്പോൾ മോർഗേജ് ഏകദേശം 2000 യൂറോ ആണെങ്കിൽ ഒരു 300 തൊട്ട് 400 യൂറോ വരെ നമ്മുടെ